തസ്മൈ സഹോവാച പിതാമഹശ്ച ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാദവൈഃ. തസ്മൈ അവനായിക്കൊണ്ട്, അവനോട്, സഹ അവൻ, ഉവാച ഉവാച, ഉവാച പറഞ്ഞു, പോൽ പറഞ്ഞു പോൽ, അവനോടവൻ പറഞ്ഞു പോൽ. എന്താ അവനോടവൻ പറഞ്ഞു പോൽ എന്ന് പറഞ്ഞാൽ, ഇപ്രകാരം ചോദിച്ച അശ്വലായനോട് ബ്രഹ്മാവ് പറഞ്ഞു. ആരാ പറഞ്ഞേ? പിതാമഹനായ ബ്രഹ്മാവ്. പിതാമഹനാണ് ബ്രഹ്മാവ്, നമ്മുടെയൊക്കെ പിതാമഹനാ. അതാണ്, വൃദ്ധതമനാണ്. എല്ലാ ജീവരാശിയിലും ഏറ്റവും ആദ്യം പറഞ്ഞ ഏറ്റവും വൃദ്ധനാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ചിത്രകാരന്മാരൊക്കെ ബ്രഹ്മാവിനെ വരയ്ക്കുമ്പോൾ ഒരു നരച്ച താടിയൊക്കെ ആയിട്ടാണ് വരയ്ക്കുക. അത് കാണിക്കാനാ. ബാക്കി ദേവന്മാരൊക്കെ ക്ലീൻ ഷേവാ പൊതുവെ, അല്ലേ? പൊതുവെ, എല്ലാവരും അല്ല, പൊതുവെ അങ്ങനെയാണ്. അല്ല, എല്ലാവരും എപ്പോഴും ക്ലീൻ ഷേവാ. പക്ഷെ ബ്രഹ്മാവ് അതല്ല. ബ്രഹ്മാവ് 4 മുഖത്തിനും നീണ്ട താടിയായിട്ടാണ് വരയ്ക്കുക. അത് ഇത് കാണിക്കാനാ, വരിഷ്ഠനാണെന്ന് കാണിക്കാനാ, വൃദ്ധതമനാണെന്ന് കാണിക്കാനാ. അപ്പോൾ പിതാമഹനായ സഹ അവൻ, ബ്രഹ്മാവ്, തസ്മൈ അവനോട്, അശ്വലായനോട്, ഉവാച മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ശ്രദ്ധാ ഭക്തി ധ്യാന യോഗാദവൈഃ. ഇത് വല്ലാത്തൊരു പണിയാ ചെയ്തത്. എന്താ പ്രാർത്ഥിച്ചത് എനിക്ക് ഉപദേശിക്കണേന്നാ. ബ്രഹ്മാവിൻ്റെ മറുപടി എന്താ? ശ്രദ്ധാഭക്തി ധ്യാന യോഗം കൊണ്ട് നീ മനസ്സിലായിക്കോളൂന്നാ. അതൊരു വല്ലാത്തൊരു പരിപാടിയായിപ്പോയല്ലോ. ഇത് പ്രതീക്ഷിച്ചില്ല, ബ്രഹ്മാവ് ഇങ്ങനെ ചതിക്കുന്നു. ബ്രഹ്മാവ് ഉപദേശിക്കണത് അവൈഹി, നീ മനസ്സിലായിക്കോളൂന്നാ. ഞാൻ നിനക്ക് പറഞ്ഞു തരാനൊന്നും പോണില്ല, നീ മനസ്സിലായിക്കോളൂ. പക്ഷെ മനസ്സിലാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ശ്രദ്ധാഭക്തി ധ്യാനയോഗാത്. ശ്രദ്ധാഭക്തി ധ്യാനയോഗം കൊണ്ട് അവൈഹി, നീ മനസ്സിലായിക്കോളൂ. ഇതേ പണി ഭഗവാൻ ഗീതയിൽ ചെയ്തിട്ടുണ്ട്. 4-ാം അധ്യായത്തിൽ ഈ ജ്ഞാനമഹിമയൊക്കെ പറഞ്ഞപ്പോൾ ഇതപ്പോൾ ഉപദേശിക്കും ഭഗവാൻ നമ്മളാണ്ട് വിചാരിക്കും, ഇപ്പോൾ ഉപദേശിക്കും എന്ന് വിചാരിക്കുമ്പോഴാണ് പറഞ്ഞത്, നീ അത് മനസ്സിലായിക്കോളൂ, തദ്വിദ്ധി, നീ മനസ്സിലായിക്കോളൂ, പ്രണിപാതേന വരിപ്രശ്നേന സേവയാ. ഇതല്ലാതെ വേറെ വഴിയില്ല. തത്വജ്ഞാനം നേടുന്നതിനുള്ള യോഗ്യത ആദ്യം നേടണം. യോഗ്യത വന്നു കഴിഞ്ഞാൽ വരേണ്ടത് വന്നോളും. നമ്മൾ പലപ്പോഴും അത് കിട്ടണില്ല, ഇത് കിട്ടണില്ല എന്ന് പരാതിപ്പെടാറുണ്ട്. അതിനുള്ള യോഗ്യത നമ്മൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. ഞാൻ യോഗ്യ തന്നെയാണെന്നല്ലേ ഓരോരുത്തരും വിചാരിക്കുക, ഇല്ലേ? ഞാൻ യോഗ്യം തന്നെയാണെന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണത്. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നത് നീ യോഗ്യത നേടൂ എന്നാണ്. അറിയാനുള്ള യോഗ്യത നീ നേടൂ, പാത്രത്വം നേടൂ. അതിനുള്ള വഴി പറയണത് ശ്രദ്ധാ ഭക്തി ധ്യാന യോഗം കൊണ്ട് നീ മനസ്സിലായിക്കോളൂ. ഈ സമ്പത്ത് നിനക്കുണ്ടെങ്കിൽ നീ മനസ്സിലാക്കും. ഇപ്പം എന്തൊക്കെയാണ് ശ്രദ്ധ? എന്താണ് ശ്രദ്ധ? മലയാളത്തിൽ നമ്മൾ സാധാരണ ശ്രദ്ധ എന്ന് പറയാറുണ്ട്. അത് ഏകാഗ്രതയോടുകൂടി ഒന്നിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത് മലയാളത്തിൽ. ശരിയാണത്, തെറ്റൊന്നുമല്ല. എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ സവിശേഷമായ അർത്ഥമുണ്ട്. എന്താണ്?
ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധ കഥിത സദ്ഭിഃ യയാ വസ്തൂപലഭ്യതേ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം. ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യബുദ്ധിയോടുകൂടിയ ഉൾക്കൊള്ളലിന് പറയുന്ന പേരാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം. ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സത്യബുദ്ധിയോടൊത്ത അവധാരണത്തിന് പറയുന്ന പേരാണ് ശ്രദ്ധ. ഇതാണ് ആദ്യം വേണ്ടത്. ശാസ്ത്രത്തിൽ പറയുന്നത് സത്യമാണ് എന്നുള്ളൊരു വിശ്വാസം, ഒരു ബോധം. ഗുരുനാഥൻ പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ട്? താൻ ഗുരുനാഥനെ ദീർഘകാലം നിരീക്ഷിച്ചിരിക്കുന്നു. കൃതാർത്ഥനായ അദ്ദേഹത്തിന് അസത്യം പറയേണ്ട ആവശ്യം ഇല്ല, അസത്യം പറയില്ല. ഇത് മനസ്സിലാക്കി. അല്ലാതെ അന്ധമായിട്ട് അങ്ങോട്ട് ഗുരുനാഥൻ പറയണമൊക്കെ ശരിയാന്ന് പറയല്ല. ഗുരുനാഥനെ നിരീക്ഷിക്കാം, ആരെയും നിരീക്ഷിക്കാം. നമുക്ക് നല്ല സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരാളെ കയറി ഉടനെ തന്നെ ഗുരുവായിട്ട് വരിച്ചോളണം എന്നാരും പറഞ്ഞിട്ടില്ല. ഇന്നാളൊരാൾ വന്നു, കാഷായ വസ്ത്രമാണ്, കഥയല്ല, ഉള്ളതുള്ള പോലെ പറയുകയാണ്. കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഒരു സന്യാസി പേരാണ്. പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ മോശമാണ്, ശരിയല്ല, അതുകൊണ്ട് പറയുന്നില്ല. അത് വന്നു, ആദ്യം കുറച്ചു നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു, വലുതും പറഞ്ഞു. പിന്നെ ഇദ്ദേഹം വളരെ സങ്കടമായിട്ട് കരയാൻ തുടങ്ങി. നല്ല കാലം വേറെ ആരും കണ്ടില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കരയാൻ തുടങ്ങി. എന്താ വിഷമം? എൻ്റെ സ്വാമി, എനിക്കിത് കൊണ്ടു നടക്കാൻ വയ്യ. എന്ത് കൊണ്ടു നടക്കാൻ വയ്യ? സന്യാസം കൊണ്ടു നടക്കാൻ വയ്യ. നിങ്ങൾ എന്തിനാ കൊണ്ടു നടക്കണത്? കൊണ്ടു നടക്കണ്ട. ഇതിലിപ്പോൾ എന്തിനാ വിഷമിക്കാനുള്ളത്? സന്തോഷമായിരിക്കുമോ? മനുഷ്യൻ എപ്പോഴും സന്തോഷമായിരിക്കുക വേണ്ടത്. എൻ്റെ സ്വാമി, ഞാൻ സന്യാസം സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ പറയാൻ വേണ്ടി ഒരു സ്വാമിയാരെടുത്ത് പോയി. അയാൾ എന്നോട് മുട്ട പൊടിച്ച് വരാൻ പറഞ്ഞു. മുട്ട പൊടിച്ച് വന്നു. ഉടനെ തന്നെ വിരജഹോമം ചെയ്തു, ദക്ഷിണയും വാങ്ങി, കാവി ഉടുപ്പിച്ചു, പേരും മാറ്റി. ഇനി നിൻ്റെ പേര് ഇതാണെന്നും പറഞ്ഞു. ഒരു പ്രയാസവും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് ദുഃഖമൊക്കെ അതേപടി ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ദുഃഖമായി. എന്ത്? ഇത് കൊണ്ടു നടക്കണ്ടേ? ഇതിനോട് നീതി പുലർത്തണ്ടേ? എന്തായാലും അയാൾ എനിക്ക് വലിയ ഇഷ്ടമായി കിട്ടുമോ? വലിയ ഇഷ്ടമായി. കാരണം അയാൾ അതിനോട് നീതി പുലർത്തണം എന്നൊരു ചിന്ത അയാൾക്കുണ്ട്. സമ്പ്രദായം പാലിക്കണം എന്നുണ്ട് അയാൾക്ക്. സാധിക്കുന്നില്ല, സത്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്കിത് തന്നാളില്ലേ, അവിടെ പോയിട്ട് എനിക്കിത് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല, ഇതാൾ അഴിച്ചു കൊടുത്തേക്കുക. അയാളടുത്തേക്ക് ഞാൻ പോയില്ല ഇനി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, ഗംഗാനദീൻ്റെ അടുത്ത് പോവുക, ഗംഗാജിയിലെ പോവുക, ഒന്നാടെ കുളിക്കുക. എനിക്കിത് കൊണ്ടുനടക്കാൻ പറ്റണില്ല, അഴിച്ച് ഗംഗയിലാണ്ട് ഒഴുക്കുക, എന്നിട്ട് വേറെ വസ്ത്രം ധരിക്കുക, പോയിക്കൊള്ളുക, നല്ലൊരു കല്യാണം കഴിക്കുക, സുഖമായി ജീവിക്കുക. അല്ലാണ്ടെന്താ? ഇത് പാവം ഭാരം താങ്ങാൻ പറ്റണില്ല എന്നേ. ഈ വഴി പോണവർക്കൊക്കെ പിടിച്ച് സന്യാസം കൊടുക്കാൻ ആരെങ്കിലും പറഞ്ഞോ? സംശയം ചോദിക്കാൻ പോയി സന്യാസം കൊടുത്തു. അങ്ങനെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട പരിപാടി അത്. എന്താ ചെയ്യാന്നാലോചിച്ചു. കഥയാന്ന് വിചാരിക്കരുത്. അപ്പം അതിന് തെറ്റില്ലല്ലോ സ്വാമി? ഒരു തെറ്റുമില്ല. തെറ്റാളത് നോക്കൂ. ഒരാൾ സ്വാമി ആ പറഞ്ഞു കൊടുത്ത് സന്യാസം നിന്ദിക്കലല്ലേ? ചിലർക്ക് എങ്ങനെ സംശയം തോന്നും. ഒരിക്കലും അല്ല, സന്യാസത്തെ വന്ദിക്കലാണ്. ഞാൻ കൈലാസം കയറാൻ പോയി എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ടില്ല, ഞാൻ എവറസ്റ്റ് കയറാൻ പോയി എന്ന് വിചാരിച്ചോളൂ. കയറാം എന്നൊക്കെ വിചാരിച്ച് വളരെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയത്. പക്ഷേ ആണ് നേരെ പോയി കണ്ടു നോക്കുമ്പോൾ അപ്പനെ ഇത് പറ്റില്ലല്ലോ എന്ന് മനസ്സിലായാൽ പകുതി പോയി ചത്തു ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവണേനേക്കാൾ നല്ലത് അവിടെ കിടന്ന് നാറൂല്ലേ? മൊത്തം മോശാവില്ലേ? ഇല്ല. അതിനേക്കാൾ നല്ലത്
ആവില്ല കേട്ടോ എന്ന് പറഞ്ഞ് മടങ്ങണല്ലേ. അതുകൊണ്ട് എവറസ്റ്റിന് വല്ല കുഴപ്പമുണ്ടോ? അതുകൊണ്ട് എവറസ്റ്റിനെ നമ്മൾ അപമാനിക്കുന്നുണ്ടോ? ഇപ്പോൾ സന്യാസം എന്ന മഹാപർവ്വതത്തിന് മുകളിലേക്ക് എനിക്ക് കയറാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ മടങ്ങണേന് ഒരു കുഴപ്പമില്ല. നേരം പറഞ്ഞ അതിൽ വീണ് ചത്ത് കെട്ട് നാറി പുഴുത്താ വലിയ ദോഷ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ വളരെ അർത്ഥതലങ്ങളുണ്ട്. എൻ്റെ നിരീക്ഷിക്കണം, നിരീക്ഷിക്കാണ്ട് പിടിച്ച് ചാടരുത്. എടുത്ത് ചാടി എന്നിട്ട് അയാളെ കാണാൻ പോലും വയ്യാന്നാ പറയണത്. എന്താ ചെയ്യുക? എടുത്ത് ചാടരുത്. നിരീക്ഷിക്കാം, മാറി എന്ന് നിരീക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിൽ നിരീക്ഷിക്കാം, ജന്മങ്ങൾ നിരീക്ഷിക്കാം. അല്ലാണ്ട് ഒന്നിലെടുത്ത് ചാടേണ്ട ആവശ്യമില്ല. പക്ഷെ നിരീക്ഷിച്ചിട്ട് ഈ ഒരു ബോധം നമുക്ക് വരികയാണ്. എന്ത് ബോധം? ഈ ഗുരുനാഥൻ കൃതാർത്ഥനാണ് ആണെങ്കിൽ പിന്നെ കള്ളം പറയേണ്ട ആവശ്യമില്ല. ആ പറയണ 100% എനിക്ക് സ്വീകരിക്കാം. അല്ലാണ്ട് എടുത്ത് ചാടാൻ ആരും പറഞ്ഞില്ല. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം എന്നുള്ള ശ്രദ്ധയുടെ നിർവചനം പറയുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അത് അന്ധമായിട്ടല്ലേ എന്ന്. അല്ല. സ്വാമി തന്നെ പറയാറുണ്ടല്ലോ, യുക്തി ഒരിക്കലും പണയം വെക്കരുതെന്ന്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് സ്വീകരിക്കണമെങ്കിൽ യുക്തിയെ നമ്മൾ പണയം വെക്കുകയല്ലേ? അല്ല. യുക്തിപൂർവ്വം നിരീക്ഷിക്കാം, മാറി നിന്ന് നിരീക്ഷിക്കാം, പല സന്ദർഭങ്ങളിൽ നിരീക്ഷിക്കാം. അവസാനം നമ്മുടെ നിരീക്ഷണത്തിൻ്റെ ഒടുവിൽ മനസ്സിലായി ഇയാൾ കൃതാർത്ഥനാണ്. ഇനിയിപ്പം നിരീക്ഷിക്കാനാണ്, അത് മതി. എടുത്ത് ചാടേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ കൃതാർത്ഥന്മാരായ ഋഷീശ്വരന്മാർ രചിച്ചിട്ടുള്ള നമ്മുടെ ശാസ്ത്രങ്ങൾ, അവ പൂർണ്ണമായി മാർഗദർശകമാണ്, സത്യമാണ്. ആയേ മതിയാവൂ. ഈ ഒരു ഉൾക്കൊള്ളലാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം. പിന്നെ അവിടെ ചോദ്യമില്ല. ശാസ്ത്രം എന്ത് പറഞ്ഞോ അത് ശരിയാണ്, ഗുരുനാഥൻ എന്ത് പറഞ്ഞോ അത് ശരിയാണ്. കാരണം ഗുരുനാഥൻ ശാസ്ത്രസ്വരൂപനാണ്. ശാസ്ത്രം ഗുരുവിൽ നിന്ന് ഭിന്നമല്ല, ഗുരു ശാസ്ത്രത്തിൽ നിന്നും ഭിന്നമല്ല. ഇതാണ് ശ്രദ്ധ. ഇത്ര പറഞ്ഞിട്ട് പറയും സാ ശ്രദ്ധ കഥിത സദ്ഭി. ഇതാണ് സജ്ജനങ്ങളാൽ പറയപ്പെടുന്ന ശ്രദ്ധ. യയാ വസ്തുപലഭ്യതേ. യാതൊന്നിനെ കൊണ്ടാണ് വസ്തു ലഭിക്കുന്നത്? പരമമായ സത്യബോധം ഉണ്ടാവുന്നത് ഈ ശ്രദ്ധ കൊണ്ടാണ്. അപ്പം മറ്റ് സാധനങ്ങളിൽ കുറച്ച് ന്യൂനത വന്നാലും, മറ്റ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവേകം, വൈരാഗ്യം, ശമം, ദമം, ഉപരതി, തിദിക്ഷ, സമാധാനം, മുമുക്ഷുത്വം തുടങ്ങിയ സാധനങ്ങൾക്ക് അല്പം ന്യൂനത വന്നാലും ഉറച്ച ശ്രദ്ധ ഉണ്ടോ, അതെല്ലാം നമുക്ക് നേടാൻ കഴിയും. മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട്, ശ്രദ്ധ ഇല്ലേ? ചോർന്നു പോവും. ബാക്കിയെല്ലാം ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ശ്രദ്ധാവതാമേവ സതാംബുമർത്ഥ സമീരിത സിദ്ധ്യതിനേതരേഷാം എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു തരും. ശ്രദ്ധയുള്ള സജ്ജനങ്ങൾക്കാണ് ശാസ്ത്രത്തിൽ പറഞ്ഞ ഫലം നേടാൻ കഴിയുന്നത്, അല്ലാത്തവർക്കല്ല. ശ്രദ്ധയാണ് മുഖ്യം. നമ്മൾ ഇത് സ്വർണമാണോ എന്ന് പരിശോധന ചെയ്തു, ഉരച്ചു, രാസവസ്തു ഉപയോഗിച്ചു, സ്വർണ്ണാണെന്ന് മനസ്സിലാക്കി. ഇനി സ്വർണ്ണാണെന്ന് സംശയിക്കണോ? ഇനി സ്വർണ്ണാണെന്ന് സംശയിച്ചാൽ സംശയാത്മാവിനശ്യതി. ഇനി സ്വർണ്ണാണെന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിത് കണ്ണും പൊട്ടി സ്വർണ്ണാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഉരയ്ക്കാം, രാസവസ്തു ഉപയോഗിച്ച് പരിശോധിക്കാം, എല്ലാത്തിനും നമുക്ക് അധികാരമുണ്ട്. പക്ഷേ അത് പരിശോധനയിലൂടെ സ്വർണ്ണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണമാണോ എന്ന് അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതേ ഉള്ളൂ. അതാണ് എവിടെയും നമ്മളത് വേണം കേട്ടോ.
ഇവിടെ ഏതൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴും അത് വേണം. ഇവിടെ ചിദാനന്ദപുരസ്വാമി നിങ്ങളുടെ മുമ്പിൽ വന്നു ഈ വലിയ 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 വാക്കുകളൊക്കെ പ്രസംഗിക്കണു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. പേരും കള്ളനായിരിക്കും. സ്വാമി കുറേ കൊല്ലായില്ലേ, കള്ളത്തരമൊക്കെ ഉണ്ടെങ്കിൽ പൊളിയേണ്ട കാലം കഴിഞ്ഞില്ലേ? അതില്ല. കേമനായ കള്ളനാണെങ്കിലോ? ഇപ്പോൾ ചെറിയൊരു കള്ളനൊക്കെ ആണെച്ചാൽ 2-3 മാസമേ പിടിച്ചു നിൽക്കാനാവുള്ളൂ. കുറച്ചും കൂടി വലിയ കള്ളനാണെങ്കിൽ 2 കൊല്ലമൊക്കെ പിടിച്ചു നിൽക്കാം. ബാല്യ കള്ളനാണെങ്കിലോ വളരെ കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും വിശ്വസിക്കരുത്. കാരണം പുസ്തകം അവിടുന്നും ഇവിടുന്നും പഠിച്ചാൽ ഇതൊക്കെ പ്രസംഗിക്കാൻ കഴിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പേര്, പ്രശസ്തി അല്ലെങ്കിൽ ദക്ഷിണ ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശ്യങ്ങൾ ഉണ്ടാവും. പറയാൻ പറ്റില്ല. വലിയ പ്രശ്നമാണ് അല്ലേ? അതെ, തമാശയല്ല. അതുകൊണ്ട് തത്വത്തിൽ ഉറച്ചു പോകുന്നത് നല്ലത്. വ്യക്തിയിൽ ഉറച്ചു പോയാൽ അപകടം. തത്വത്തിൽ ഉറച്ചു പോവുക. വ്യക്തിയിൽ ഉറച്ചാൽ അപകടം. തത്വത്തിൽ ഉറച്ചാൽ ഒന്നും ഭയപ്പെടേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധ അന്ധമല്ലേന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണത്. രാസപരിശോധന ചെയ്തു, വരച്ച് നോക്കി, അതുവരെ എത്ര കാലം വേണമെങ്കിൽ പരീക്ഷിക്കാൻ അർഹതയുണ്ട്, നിരീക്ഷിക്കാൻ അർഹതയുണ്ട്. ബോധിച്ചു, പിന്നെന്താ പ്രശ്നം? അപ്പം ശ്രദ്ധ ഉറച്ചു. അങ്ങനെ ഗുരുവിലും ശാസ്ത്രത്തിലും സത്യബുദ്ധി ഉറയ്ക്കുന്നതാണ് ശ്രദ്ധ. പിന്നെ ഭക്തി. ഭക്തി ഭക്തി എന്നുള്ളത് പല തലങ്ങളിൽ നമുക്ക് കാണാം. പല തലങ്ങളിൽ. പരമപ്രേമമാണ് ഭക്തി. പ്രേമാദരഭാവം. ആ പ്രേമാദരഭാവം ഉയർന്നുയർന്നുയർന്ന് തൻ്റെ സ്വരൂപാനുസന്ധാനം എന്നുള്ള തലം വരെ എത്തും. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ഞാൻ ആര് എന്നുള്ള തൻ്റെ സ്വരൂപാനുസന്ധാനം വരെ ഉയരുന്നതാണ് ഭക്തി. അത് ശ്രദ്ധിക്കുക. ഗുരുവിലും ഈശ്വരനിലുമുള്ള ഭക്തി കൊണ്ടാണ് നമുക്ക് തത്വബോധത്തിലേക്ക് ഉയരാൻ കഴിയുന്നത്. യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാഹ്യർത്ഥാ പ്രകാശന്തേ മഹാത്മന എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട് ശ്വേതാശ്വതരത്തിൽ. ആർക്കാണോ ദേവനിലും ഗുരുവിലും ഉറച്ച ഭക്തിയുള്ളത് അവനാണ് ഈ പറഞ്ഞ ശാസ്ത്രപ്രതിപാദിതങ്ങളായ വിഷയങ്ങൾ പ്രകാശിക്കുന്നതെന്ന്. ഭക്തി പ്രധാനമാണ്. ഭക്തിയാ മാമഭിജാനാതി, ഭക്തി കൊണ്ട് എന്നെ അറിയാൻ കഴിയും എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. അനന്യഭക്തി കൊണ്ട് മാത്രമേ എന്നെ അറിയാൻ പറ്റൂ കേട്ടോ. ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഭക്തി, എന്താണ് ഭക്തി അല്ലാത്തത്, ഇതൊക്കെ വളരെ വിവേകം ചെയ്ത് തിരിച്ചറിയേണ്ടുന്നതാണ് നമ്മൾ. ഇപ്പം നമ്മളൊക്കെ ചിദാനന്ദപുരസ്വാമിയൊക്കെ ഭക്തിമാർഗത്തിന് വിരുദ്ധന്മാരാ, അറിയാമോ? അതെ, പ്രത്യേകിച്ച് പാലക്കാട്, തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് എന്താണ് അനുഷ്ഠാന വിരുദ്ധൻ, ആചാരവിരുദ്ധൻ. നോക്കണേ, ഒരു കൊല്ലം മുമ്പ് ചിദാനന്ദപുരസ്വാമി എന്ന് പറഞ്ഞാൽ ദൈവ. പ്രത്യേകിച്ച് ശബരിമലയത്തെ വിഷയമൊക്കെ വന്നപ്പോൾ ഹിന്ദു സംരക്ഷകനായിട്ട് വന്നവൻ. അന്നും ഇന്ന് നമ്മളൊന്ന ഒരു സംരക്ഷകനും ആയിട്ടില്ല, ഒരു നാശകനും ആയിട്ടില്ല, നമുക്കൊരു മാറ്റവും ഇല്ല. പക്ഷേ അവിടെ അവർ വിചാരിക്കണ പോലെ അനുകൂലം പറഞ്ഞപ്പോൾ ഹിന്ദു സംരക്ഷകനാണ്. ഇപ്പോൾ ആന, കരിമരുന്ന് തുടങ്ങിയവ ഇന്ന് പറഞ്ഞാൽ 35 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണത് തന്നെയാണ്. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയയുടെ അഭാവം കൊണ്ട് ഇത് അത്ര പ്രചരിതാവില്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കൊണ്ട് പ്രചരിതാവും. ഈ കരിമരുന്നിനും കരിക്കും ഇങ്ങനെ ധൂർത്തടിച്ച് പണം നശിപ്പിക്കരുതേ എന്ന് പറയുമ്പോൾ ആരായി? ആചാരവിരുദ്ധനായി.
ധർമ്മവിരുദ്ധനായി, ഭക്തിമാർഗത്തിന് വിരുദ്ധനായി. യവനൊക്കെ ഉപനിഷത്തും പഠിപ്പിച്ച് അവിടെ ഇരുന്നാൽ പോരെന്നാ. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ച് നോക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, ഈ മാറ്റം എത്ര പെട്ടെന്നാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം വരെ, കഴിഞ്ഞ മാസം വരെ ആചാര സംരക്ഷകൻ, ഹിന്ദുവിൻ്റെ മാർഗദർശി ഒക്കെയാണ്. അന്നും ഇന്ന് നമ്മളൊന്നു തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. എന്താ 3 പേര് മരിച്ചോണ്ടല്ല, എല്ല് പൊടിഞ്ഞ് 30-ലധികം പേര് കിടക്കുക ആശുപത്രിയിൽ. സ്വന്തം മോളെ അയ്യോക്കണം, സ്വന്തം മോനെ അയ്യോക്കണം, സ്വന്തം പത്നി അയ്യോക്കണം, അപ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ. അപ്പോൾ സ്വാമി പൂരം വേണ്ട, വേല വേണ്ട എന്നാണോ പറയണത്? ഞാൻ പറഞ്ഞിട്ടില്ല, പൂരവും വേണം വേലയും വേണം എന്നുള്ള അഭിപ്രായമാണ്. നോക്കൂ, ഇവിടെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പോരെ? പോരാ, നാട് മുഴുവൻ തൃശ്ശൂർ പൂരം ആയാലും എങ്ങനെ ഉണ്ടാവും? അപ്പോൾ വല്ലെങ്കിൽ വേല വല്ലെങ്കിൽ പോരെ, എല്ലായിടത്തും വേണോ? പൊങ്കാല, ആറ്റുകാൽ പൊങ്കാല എവിടെയാണ്? ആറ്റുകാലിൽ. നാട് മുഴുവൻ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ടാ എന്ത്, പിന്നെ അതിൻ്റെ വില പോയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ഓരോന്നും അതിൻ്റെ തനത് ഭാവത്തിൽ ശോഭിക്കണം. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ നിങ്ങൾ 10 ആനേനെ കൊണ്ടുവന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോണില്ല. അഥവാ അത് വിരളി പിടിച്ച് ഓടിയാൽ തന്നെ ഓടി രക്ഷപ്പെടാൻ കുറേ എണ്ണത്തിന്. ഇത് 40 സെൻറ്റ് സ്ഥലത്ത് ഒരു ശ്രീകോവിലും അതിനു ചുറ്റും ഒരു 3 മീറ്റർ വീതിയിൽ ഉള്ളൊരു സ്ഥലവും അതിൻ്റെ പുറത്ത് 4 അമ്പലവും, ഈ 3 മീറ്ററിനുള്ളിൽ 2 ആനേനെ കൊണ്ടാണ് നിർത്തുന്നത്. എന്നിട്ട് അതിൻ്റെ പൃഷ്ഠത്തിൽ ഈ പിടിമരുന്ന് പൊട്ടിക്കണത്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. മരിച്ചവർ ഭാഗ്യവാന്മാർ. അതെ, ആന പാവം. എന്തൊരു കഷ്ടം ആലോചിച്ചു. ഒരു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞ എന്താ വെച്ചാൽ, സ്വാമി കരിമരുന്നൊക്കെ അനാദികാലമായിട്ടുള്ളതാണെന്നാണ്. ഞാൻ ചോദിച്ചു, പ്രസിഡന്റ് സഹോദര, ഈ കരിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി? അനാദികാലേ. കരിമരുന്ന് വ്യാപകമായത് 16-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ വ്യാപകമല്ല. അതിനൊരു 2-3 നൂറ്റാണ്ട് മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്, സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ വ്യാപകമല്ല. വ്യാപകമാവണ 16-ാം നൂറ്റാണ്ട് മുതൽക്കാണ്. എന്താ ചെയ്യാ? ചിന്തിക്കുക. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഭക്തി എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ശാസ്ത്രീയമായി എന്താണ് ഭക്തി എന്ന് അറിയണം, അറിഞ്ഞേ മതിയാവും. അതിന് ഭക്തിശാസ്ത്രങ്ങൾ നല്ലപോലെ പഠിക്കണം. തൃശ്ശൂർ പാലക്കാട് ജില്ലയിലേക്ക് വരാൻ തന്നെ പേടിയാപ്പോ. ശ്രദ്ധാഭക്തി ധ്യാനയോഗാത്. ധ്യാനം ഇതിനേക്കാൾ അപകടം പിടിച്ച ശബ്ദ. ധ്യാനം കൂടുക, കരിസ്മാറ്റിക് ധ്യാനം ഇല്ലേ ഉണ്ട്, ഉണർവ് ധ്യാനം, എന്തൊക്കെ ധ്യാനങ്ങളാ ഭഗവാനെ. ഈ ധ്യാന ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കപ്പെട്ടാലോ, വ്യഭിചരിക്കപ്പെട്ടാലോ. ഞാൻ ധ്യാനം ചെയ്യുന്നുണ്ട്, ദിവസവും ഞാൻ ധ്യാനം 1 മണിക്കൂർ ധ്യാനം ചെയ്യുന്നുണ്ട്, നീയും ധ്യാനം ചെയ്യണം കേട്ടോ. എന്നാ നല്ലതാ. എടാ, ധ്യാനം ചെയ്യാൻ പറ്റുമോ? ധ്യാനം ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ചിന്തിക്കുക. ചിലരൊക്കെ സമീപിക്കാറുണ്ട്, സ്വാമി ധ്യാനം പഠിപ്പിക്കുമോ? ബാക്കി എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. ധ്യാനം പഠിപ്പിക്കാൻ ചോദിക്കേണ്ട. ധ്യാനം ഒരാൾ വിചാരിച്ചാൽ വേറൊരാളെ പഠിപ്പിക്കേണ്ട വിഷയമല്ല. ധ്യാനം ഒരാൾക്ക് വിചാരിച്ചാൽ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടുന്നതല്ല. ധ്യാനം എന്നുള്ളത് പ്രാഥമിക സാധനകളിലൂടെ ഏകാഗ്രതമായ അന്തഃകരണത്തിൽ വന്നു ചേരേണ്ടുന്ന അവസ്ഥയാണ്.
നമുക്ക് എങ്ങനെയാണ് ധാരണ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത്, മന്ത്രം ജപിക്കേണ്ടത്, പൂജ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. സ്വാമി എന്നെ ഒന്ന് സന്തോഷിപ്പിക്കൂ, പറ്റുമോ? ഏയ് തമാശ പറയാം, നേരം പോക്കൊക്കെ പറയാം. പക്ഷെ സന്തോഷിക്കുക എന്നുള്ളത് വേറെ കൊടുക്കാൻ പറ്റില്ല. അത് അയാൾക്ക് മാത്രം സിദ്ധമാവുന്നതാണ്. പറഞ്ഞർത്ഥം മനസ്സിലാക്കുക. സ്വാമി എന്നെ ഒന്ന് നുള്ളു അടിക്കൂ എന്നൊക്കെ പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്നെ ദുഃഖിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ സ്വാമി വിചാരിച്ചാൽ ദുഃഖിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. വേദനിപ്പിക്കൂ എന്ന് വെച്ചാൽ പറയാം, ഒന്നുള്ളി നല്ലോണം നുള്ളിയാൽ വേദനയാവും. പക്ഷേ ദുഃഖിപ്പിക്കാൻ കഴിയില്ല. അത് അവനവനുണ്ടാവേണ്ട അനുഭവ വിശേഷമാണ്. ധ്യാനം അന്ധക്കരണത്തിലെ വിവിധ ദിശകളിൽ ഛിന്ന ഭിന്നമാകുന്ന വൃത്തികൾ മുഴുവൻ ഏകാഗ്രതമമാകുന്ന അവസ്ഥാവിശേഷമാണ്. പ്രത്യയൈകതാനതാ ധ്യാനം. പ്രത്യയങ്ങളുടെ ചിത്തവൃത്തികളുടെ ഏകതാനതയാണ് ധ്യാനം. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഷയാട്ടോ. ഇവയുടെ യോഗം കൊണ്ട്, ശ്രദ്ധാഭക്തി ധ്യാനങ്ങളുടെ യോഗം കൊണ്ട്, അഥവാ ശ്രദ്ധാഭക്തി ധ്യാന യോഗങ്ങളെ കൊണ്ട്, യോഗം സകല സാധനാവിശേഷങ്ങളെയും ചേർത്ത് പറയാവുന്ന ശബ്ദമാണ് യോഗം. ആത്യന്തികമായ തത്വവിജ്ഞാനം സാഖ്യമാണെങ്കിൽ ആ സാഖ്യത്തെ പ്രാപിക്കാനുള്ള സാധനാ മാർഗമാണ് യോഗം. അവിടെയാണ് നമ്മൾ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം എന്നിത്യാദിയൊക്കെ പറയുക. ഇനി യോഗത്തെ തന്നെ ചിത്തവൃത്തി നിരോധമായിട്ട് പറയാം. യോഗത്തെ തന്നെ പരമമായ തത്വാനുസന്ധാനമായിട്ട് പറയാം. വിവിധ തലങ്ങളിൽ യോഗശബ്ദം പ്രയോഗിക്കാം. കാരണം കൂടിച്ചേർച്ചയാണ് യോഗം. അന്വേഷ്യവും അന്വേഷകനും ഒന്നായി തീരുന്നത്, അതാണ് യോഗം. ആ യോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്ന ഏകാഗ്രതമമായ സമാധി സ്ഥിതിയാണ് യോഗം. യോഗ സമാധി എന്നതുകൊണ്ട് വ്യാസഭാഷ്യത്തിൽ പറയും. ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും പദങ്ങൾ നല്ലപോലെ നിരൂപണം ചെയ്യേണ്ടതാണ്. ദിവസങ്ങൾ വേണം, അതിലേക്കൊന്നും കടക്കുന്നില്ല. സൂചന മാത്രമാണ് പറഞ്ഞത്. അപ്പം ശ്രദ്ധാഭക്തി ധ്യാന യോഗ ശബ്ദങ്ങളെ ചിന്തിച്ചു. അതിനെക്കൊണ്ട് നീ മനസ്സിലാക്കിയാലും, നീ നടന്നവിടെ എത്തിയാലും എന്ന് പറഞ്ഞാൽ നടക്കുക തന്നെ വേണം, അല്ലാണ്ട് എത്തില്ല. നീ ഓടി അവിടെ എത്തിക്കോളൂ പറഞ്ഞാൽ ഓടി തന്നെ വേണം, എന്നാലേ എത്തുള്ളൂ. അപ്പം ശ്രദ്ധാഭക്തി ധ്യാനങ്ങളെ മാർഗമായിട്ട് പറഞ്ഞാൽ ആ മാർഗത്തെ പിന്തുടരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അങ്ങനെ അതിനെക്കൊണ്ട് നീ മനസ്സിലാക്കിക്കോളൂ എന്നാണ് ആദ്യം ഇവിടെ ബ്രഹ്മാവ് മറുപടി പറയുന്നത്. വ്യക്തമാണല്ലോ ഇല്ലേ?